ഡിയർ സ്റ്റുഡൻസ്, ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ. നന്നായി ശ്രദ്ധിച്ച് ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കുക. കൂടെ സേഡുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിങ്ങൾക്ക് വരാം. അപ്പം എങ്ങനെ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം? സ്ക്വയർ റൂട്ട് ഓഫ് 81. സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഇടണമെന്നാണ്. 2 ആകുമ്പോൾ സാധാരണഗതിയിൽ ഇടണ്ട. അതിനുശേഷമുള്ള ക്യൂബ് റൂട്ട് ആണെങ്കിലും ഫോർത്ത് റൂട്ട് ആണെങ്കിലും ഒക്കെ നിർബന്ധമായും എഴുതണം. ഇത് സ്ക്വയർ റൂട്ട് ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഉണ്ട് എന്നർത്ഥം. അപ്പം 2 നമ്മൾ എഴുതാറില്ല. സ്ക്വയർ റൂട്ട് ഓഫ് 81ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ 81നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 81നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 27. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 9. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3. ഇപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ കഴിയും. ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 into 3 into 3 into 3. 3 into 3 into 3 into 3. സ്ക്വയർ റൂട്ട് ആകുമ്പോൾ 2 സംഖ്യകൾ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഹോൾ നമ്പർ ആക്കി പുറത്തെടുക്കാം. ഇവിടെ 2 സംഖ്യയുണ്ട്, ഒരെണ്ണം ഹോൾ നമ്പർ ആക്കി പുറത്തെടുക്കാം. ഇപ്പോൾ ഇതിന്റെ 3, ഇതിന്റെ 3. 3 into 3 9. Square root of 81 is equal to 9. വരെ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 256. 256ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 256 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 2 8. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 4. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8. 2 കൊണ്ട് 4. 2 കൊണ്ട് 2. 2 into 2. 2 into 2. 2 into 2. 2 into 2 is equal to 2 into 2 ഒരു ഹോൾ നമ്പർ, 2 into 2 അടുത്ത ഹോൾ നമ്പർ, 2 into 2 അടുത്ത ഹോൾ നമ്പർ, 2 into 2 1 2 3 4 5 6 7 8. അപ്പോൾ 4 എണ്ണം ഉണ്ടാവും. 4 8 16. Root of 256 is equal to 16. അപ്പോൾ സ്ക്വയർ റൂട്ട് ആയതുകൊണ്ടാണ് 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഹോൾ നമ്പർ ആക്കുന്നത്. തേർഡ് റൂട്ട് ആണെങ്കിൽ 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ഹോൾ നമ്പർ ആക്കണം. ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. റൂട്ട് ഓഫ് 625. ആദ്യം നമ്മൾ 625നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. 5 കൊണ്ട് 1 2 5. 5 കൊണ്ട് 2 5. 5 കൊണ്ട് 5. എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ തീർന്നു. റൂട്ട് ഓഫ് 1 2 3 4. 1 2 3 4. 5 5 is equal to 25. Root of 625 is equal to 25. അപ്പം നിങ്ങൾക്കൊരു സംശയം വരാം, ഇങ്ങനെ 2 എണ്ണത്തിൽ നിന്ന് ഓരോ ഹോൾ നമ്പർ അല്ലേ പുറത്തെടുക്കുന്നത്? ഇങ്ങനെ 2 എണ്ണം ഇല്ലെങ്കിൽ എന്താണ് ചെയ്യുക? ഒരു കാര്യം മനസ്സിലാക്കുക, പെയർ ഇല്ലെങ്കിൽ, 2 എണ്ണം പുറത്തെടുക്കാൻ ഇല്ലെങ്കിൽ അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ക്ലിയർ ആയി കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ക്വയർ റൂട്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വരില്ല. അത് സേഡിന്റെ കാര്യത്തിലാണ് വരിക. സേഡ് എന്താണെന്ന് നമുക്ക് കാണാം. പെർഫെക്റ്റ് സ്ക്വയറിന്റെ കാര്യവും പെർഫെക്റ്റ് ക്യൂബിന്റെ കാര്യവുമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം.
നന്നായി ഓർക്കുക, ക്യൂബ് റൂട്ടിന് ഇവിടെ 3 എന്ന് എഴുതണം നിർബന്ധമാണ്. എഴുതിയിട്ടില്ലെങ്കിൽ അത് സ്ക്വയർ റൂട്ട് എന്നേ വായിക്കും. ഇതിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 7 4 4 2 കൊണ്ട് 1 3 7 2 2 കൊണ്ട് 6 8 6 2 കൊണ്ട് 3 4 3. ഇനി നമുക്ക് ഇതിൻ്റെ 3 4 3 ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈം നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. 2 കൊണ്ട് പറ്റൂല, 3 കൊണ്ട് പറ്റൂല. ഇനി നമ്മൾ നോക്കേണ്ടത് 7 കൊണ്ടാണ്. 7 കൊണ്ട് പറ്റൂല എന്നറിയാം. 3 കൊണ്ട് പറ്റൂല്ലെങ്കിൽ 9 കൊണ്ട് പറ്റൂല. പിന്നെ 11 കൊണ്ട് പറ്റുമോ നോക്കുക. 343നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കുക. 11 കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ പിന്നെ 13 കൊണ്ട് കിട്ടുമോ നോക്കുക. 343നെ 7 കൊണ്ട് പറ്റുമോ നോക്കുക. 7 4 7 28 4 7 28 6 63 9 7 63. 7 കൊണ്ട് 7 എന്ന പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 49. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 7 is equal to third root of 2 into 2 into 2 into 7 into 7 into 7. 3 എണ്ണം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോൾ നമ്പർ ആക്കാൻ പറ്റൂ. 2 into 2 into 2 ഒരു ഹോൾ നമ്പർ. 7 into 7 into 7 അടുത്ത ഹോൾ നമ്പർ 14. Third root of 2744 is equal to 43 എന്ന് പറഞ്ഞാൽ 14 cube is equal to 2744 ആണ്. 14 cube is equal to 2744. Therefore, third root of 2744 is equal to 14. കണ്ടുപിടിച്ച മനസ്സിലായില്ലേ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം 3 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിന് 3 എണ്ണം വരുന്നില്ല എങ്കിൽ അത് പെർഫെക്റ്റ് ക്യൂബ് അല്ല, ചെയ്യാൻ പറ്റില്ല. അവിടെയും നമുക്ക് സേഡുകളാണ് കിട്ടുക, പെർഫെക്റ്റ് ഹോൾ നമ്പേഴ്സ് കിട്ടില്ല. ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കാം. Third root of 3375. തേർഡ് റൂട്ട് ആണ്, അതുകൊണ്ട് തേർഡ് നിർബന്ധമായി എഴുതണം. ഇനി നമുക്ക് നോക്കാം. തേർഡ് റൂട്ട് ഓഫ് 3375 എത്രയാണെന്ന്. 3375. ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ 5 കൊണ്ട് വെച്ചു. ഫൈവ് കൊണ്ട് 1 3 5. 5 കൊണ്ട് 2 7. 3 കൊണ്ട് 9. 3 കൊണ്ട് 3 is equal to third root of 5 into 5 into 5 into 3 into 3 into 3 is equal to 3 5s 5 into 3 3s 3 15. Third root of 3375 is equal to 15. That means 15 cube is equal to 3375. Okay. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം.
square of a number is added to twice of that number gives 6 times of that number. What is that number? ഇത് സ്ക്വയറിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. സ്ക്വയർ ഓഫ് എ നമ്പർ അറിയില്ല, എക്സ് സ്ക്വയർ പ്ലസ് ട്വൈസ് ഓഫ് ദാറ്റ് നമ്പർ 2x is equal to 6 times of that number. ഒരു നമ്പറിന്റെ സ്ക്വയറിനോട് ആ നമ്പറിന്റെ ഇരട്ടി ആഡ് ചെയ്താൽ നമ്പറിന്റെ 6 ടൈംസ് കിട്ടണം. ഈ നമ്പർ കണ്ടുപിടിക്കണം. എല്ലാത്തിലും എക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എക്സ് കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. എക്സ് സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ്, 2xനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 is equal to 6നെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. x plus 2 is equal to 6. Therefore, x is equal to 6 minus 2 is equal to 4. That number is 4. നമുക്ക് നോക്കാം പ്രോബ്ലം ശരിയാണോ എന്ന്. സ്ക്വയർ ഓഫ് ദാറ്റ് നമ്പർ 16 പ്ലസ് ട്വൈസ് ഓഫ് ദാറ്റ് നമ്പർ 8 is equal to 6 times of that number 24. That number is exactly 4. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് വരിക. ഇപ്പൊ ഞാൻ ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും കണ്ടുപിടിക്കാനുള്ള ഒരു 6 പ്രോബ്ലം തരാം. ഇന്ന് തന്നെ ആ 6 ചെയ്തിട്ടേ കിടക്കാവുള്ളൂ. പ്രോബ്ലംസ് എഴുതിയെടുക്കാം. ഈ 6 കണക്കും ഈ 8 കണക്കും ഇന്ന് തന്നെ ചെയ്യണം. ഞായറാഴ്ച വരുമ്പോൾ എന്നെ കാണിക്കണം. നാളെയും മറ്റന്നാളും സയൻസിന്റെ ക്ലാസ് ഉണ്ടാകും. ആ 2 ദിവസത്തെ ക്ലാസ്സും എക്സാമിന് വേണ്ടതാണ്. സൺഡേ എക്സാമിന് നാളത്തെയും മറ്റന്നാളത്തെയും ക്ലാസ്സാണ് പഠിക്കേണ്ടത്. ഓക്കെ, ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടും എല്ലാവർക്കും തറവായിട്ടില്ല. ഇന്നത്തെ ക്ലാസ്സും കൂടി നോക്കുക. അടുത്ത എക്സാമിന് ക്യൂബ് റൂട്ടും സ്ക്വയർ റൂട്ടുമാണ് ഉണ്ടാവുക. കൂടെ ഒരു പാഠത്തിൻ്റെ പകുതി ഉണ്ടാകും. നിങ്ങൾക്ക് ടീച്ചർ എടുത്തു തന്ന പാഠമാണ്. ആ പാഠം ഏതാണെന്ന് നാളെ ഞാൻ പറഞ്ഞുതരാം. സൺഡേയിൽ 30 മാർക്കിൻ്റെ 30 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നല്ല മാർക്ക് മേടിച്ച് സമ്മാനം മേടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, താങ്ക് യു.